ഹാത്രസ് ദുരന്തത്തിൽ ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുകയാണ്. ഹാത്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരിച്ച സംഭവത്തിൽ 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, സർക്കിൾ ഓഫീസർ, തഹസിൽദാർ അടക്കമുള്ളവർക്കാണ് സസ്പെൻഷൻ. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ആരുണ്യ സിജിയാണ് ചേരുന്നത്. ആരുണ്യ, ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി എടുത്തിരിക്കുന്നത്? ഹാത്രസ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 6 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ്, സർക്കിൾ ഓഫീസർ, തഹസിൽദാർ, SHO അടക്കമുള്ളവർക്കാണ് ഈ സസ്പെൻഷൻ നടപടി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് രവീന്ദ്രകുമാർ, സർക്കിൾ ഓഫീസർ ആനന്ദകുമാർ, SHO ആശിഷ് കുമാർ ഉൾപ്പെടെ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. ജൂലൈ 2-നായിരുന്നു ഹാത്രസിൽ ഈ ദുരന്തം സംഭവിച്ചത്. 2-3 തീയതികളിലായിട്ടാണ് 121 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തത്. ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആൾ ദൈവം ബോലെ ബാബെ ഇതുവരെ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല, ഇദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടില്ല എന്നതാണ്. സംഭവത്തിലെ ഗൂഢാലോചന സാധ്യതയും തള്ളിക്കളയുന്നില്ല അന്വേഷണ സംഘം. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിഷയത്തിൽ ആഴത്തിലുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് പോലീസ് പറയുന്നു. അതുപോലെ പൊതുജനങ്ങളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും തുടങ്ങി 125 പേരുടെ സാക്ഷിമൊഴികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സംഭവം നടക്കുന്ന സമയത്തെ വീഡിയോഗ്രാഫുകളും ഫോട്ടോഗ്രാഫുകളും ശേഖരിച്ചുകൂടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. സ്വാതി. ശരി ആരുണ്യ, ഹാത്രസ് ദുരന്തത്തിൽ ഇപ്പോൾ 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ആ വിവരങ്ങളാണ് ആരുണ്യ സിജി നൽകിയത്.